ഇന്നലെ രാത്രിയാണ് പത്തനംതിട്ടയിൽ 14 വയസ്സുകാരി ആറ്റിൽ ചാടി മരിച്ചു എന്ന വാർത്ത വന്നത്. പക്ഷേ ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില സുപ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി കടക്കുന്നത്. പത്തനംതിട്ട വളഞ്ചുടിയിൽ 14 വയസ്സുകാരി ആറ്റിൽ ചാടി മരിച്ച സംഭവത്തിൽ അയൽവാസിയായ യുവാവ് കസ്റ്റഡിയിൽ. ഉത്സവം കാണാൻ പോയപ്പോൾ അയൽവാസിയായ യുവാവ് പിതാവിനെയും സഹോദരനെയും മർദ്ദിക്കുന്നത് കണ്ട ആവണി ആറ്റിൽ ചാടി എന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത്. പോലീസ് കസ്റ്റഡിയിലുള്ള ശരത്ത് ലഹരിക്കടിമയാണെന്ന ആരോപണവുമായി ആവണിയുടെ ബന്ധുക്കൾ രംഗത്തെത്തി. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആവണി അച്ചൻകോവിലാറിലേക്ക് ചാടി മരിച്ചത്. വലഞ്ചുഴി ക്ഷേത്രത്തിലെ പടയടി കാണാൻ ബന്ധുക്കൾക്കൊപ്പം എത്തിയതായിരുന്നു ആവണി. പോലീസിന്റെ പ്രാഥമിക പരിശോധനയിലാണ് സംഘർഷം സംബന്ധിച്ച വിവരങ്ങൾ ബന്ധുക്കൾ പറഞ്ഞത്. പോലീസ് എഫ്ഐആറിലെ വിവരങ്ങൾ ഇങ്ങനെ: ഉത്സവം കാണാനെത്തിയ ആവണിയുടെ പിതാവിനെയും സഹോദരനെയും അയൽവാസിയായ ശരത്തും സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിച്ചു. ആവണിയുടെ പേര് പറഞ്ഞായിരുന്നു തർക്കം. ഇതിൽ മനം നൊന്ത് ആവണി ആറ്റിൽ ചാടി മരിച്ചുവെന്നാണ് പോലീസ് കണ്ടെത്തൽ. ശരത്ത് 1 വർഷം മുൻപും ആവണിയെ ശല്യപ്പെടുത്തിയിരുന്നതായി ആവണിയുടെ പിതാവ് വി പ്രകാശൻ. അപ്പോൾ ഞാൻ വന്നപ്പോൾ ആവണിയെ ചീത്ത വിളിക്കുക, എൻ്റെ മോളെ ചീത്ത വിളിക്കുന്നത് ഞാൻ കാണുന്നു. ഈ ശരത്ത് എന്ന് പറഞ്ഞ പയ്യൻ. അപ്പോൾ ഞാൻ അവനെ അടിച്ചു. അപ്പോൾ അടിച്ച് കഴിഞ്ഞപ്പോൾ എന്നെ 3-4 പേര് അടിക്കുമായിരുന്നു. എന്നെ അയാളുടെ കൂട്ടുകാർ. അന്നേരം ഈ ആവണി എടുത്ത് വെള്ളത്തിൽ ചാടുന്നു. ശരത്ത് പ്രദേശത്തെ പ്രശ്നക്കാരനെന്നും ലഹരിക്കടിമയെന്നും കുടുംബത്തിന്റെ ആരോപണം. 21 വയസ്സുണ്ടെങ്കിൽ അവനെ തെറ്റി പോലീസുകാരൊക്കെ ഒത്തിരി കേസും വരക്കും ഒക്കെ ഉള്ളൊരു പയ്യൻ. വലിയ പിന്നാലെ ഇപ്പോൾ ഈ ഉത്സവ സമയമാകുന്നുണ്ടെങ്കിൽ ഇവൻ മദ്യപാനം അത് മാത്രമല്ല, ഇവന് മയക്കുമരുന്നിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരു പരിപാടിയുണ്ട്. അങ്ങനെ കേസൊക്കെ ഉണ്ട് വലിയ. പിന്നാലെയാണ് ഇന്ന് പുലർച്ചെയോടെ ശരത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്താനാണ് നീക്കം. ശരത്തിന്റെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾക്കായും പോലീസ് അന്വേഷണം ആരംഭിച്ചു. 24 പത്തനംതിട്ട.